മിസ്റ്റർ ജിപ്സിയുടെ ECTMS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. നമ്മൾ കുറച്ച് ഐറ്റംസ്, വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഓരോ മാസം എത്രയാണ് അവിടെ വാങ്ങിയത് എന്നുള്ളതാണ്, പർച്ചേസ് ചെയ്തത് എന്നുള്ള ഡാറ്റയാണ് നമ്മൾ താഴ്ത്തു കൊടുത്തിട്ടുള്ളത്. ഓരോ ഇതിലും ഐറ്റംസ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഈക്വൽ ടു കൊടുക്കും. അപ്പോൾ എല്ലാവരും നോക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിൽ വരുന്ന സമയത്ത് ഇവിടെ ഉള്ളത് ഉണ്ടാവും, പക്ഷെ ചില സമയത്ത് ഉണ്ടാവില്ല. 0 വരും. താഴത്തോട്ട് വരുന്ന സമയത്ത് മാർച്ച് എന്നൊക്കെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ താഴത്തോട്ട് എടുക്കുന്ന സമയത്ത് ഈക്വൽ ടു വന്നതാണ്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഇവിടെ ഓണിയൻ നോക്കുകയാണെങ്കിൽ 278 ഇങ്ങനെ മാനുവലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈസി ഫോർമുല ഉണ്ട് നമുക്ക് ഇവിടെ. ഫോർമുല എന്നല്ല, മെത്തേഡാണ്. നമുക്കത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസോളിഡേറ്റ് എന്നുള്ള നമ്മളൊരു ടാബ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് എവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റയുടെ ഉള്ളിലാണ് വരാൻ പോകുന്നത്. ഡാറ്റയുടെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു സംഭവം കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലിക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് കൺസോളിഡേറ്റ് എന്നുള്ള സംഭവം കാണാൻ പറ്റും. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. നമ്മൾ എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ടാബ്, അതായത് ഐറ്റം എന്ന് പറഞ്ഞാൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആയിരിക്കണം. ഇവിടെ മന്തുകളൊക്കെ ഓരോന്ന് കൊടുത്ത പോലെ തന്നെ മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവണം. ഇങ്ങനെയാണ് സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് ഇവിടെ കൺസോളിഡേറ്റ് എന്നതിലോട്ട് പോവാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഫറൻസ് ചോദിക്കും. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നുള്ള ഡാറ്റയാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വേണ്ട ജാനുവരിയുടെ ഡാറ്റ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും അല്ലെ. എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആഡ് എന്ന് കൊടുക്കണം. രണ്ടാമത്തത് നമ്മൾ എടുത്തു. വീണ്ടും നമ്മൾ ആഡ് എന്ന് കൊടുക്കുകയാണ്. മൂന്നാമത്തത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ചിന്റെ ഡാറ്റ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് എടുക്കുന്നു, വീണ്ടും അത് ആഡ് എന്ന് കൊടുക്കുന്നു. നാലാമത്തത് ഏപ്രിൽ എന്നുണ്ട്, വീണ്ടും ആഡ് എന്ന് കൊടുക്കുന്നു. പിന്നെ ഇവിടെ താഴത്ത് കാണാം യൂസ് ലേബൽസ് ഇൻ ടോപ്പ് കോളം, ടോപ്പ് റോ ലെഫ്റ്റ് കോളം എന്നുണ്ട്. ഇത് നമ്മൾ രണ്ടും ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് നോക്കി എത്ര എളുപ്പമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ രീതിയിൽ പലതും ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കറക്റ്റ് ആണ് നമുക്ക് നോക്കാം. കാരണം 350, 240, 110, 220 എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേ ഓർഡർ തന്നെ വേണമെന്നൊന്നുമില്ല. ടൊമാറ്റോ ഓണിയൻ ലേഡീസ് ഫിംഗർ കാബേജ് ബോട്ടിൽ ഗാർഡ് എന്നുള്ളതാണ്. ടൊമാറ്റോ ഓണിയൻ ബീട്രൂട്ട് ബോട്ടിൽ ഗാർഡ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോ 310, ഓണിയൻ 278, ബീട്രൂട്ട് 220, അതായത് താഴത്തെ മൂന്നാമത്തെ അങ്ങനത്തേതല്ല നോക്കുന്നത്. എന്താണോ ഇവിടുത്തെ വേർഡിങ്സ് അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ കൊടുക്കുന്ന ഡാറ്റകൾ ജംബിൾഡ് ആയിട്ട് വേറെ ഏതെങ്കിലും ലൈൻ ഐറ്റത്തിൽ കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. കറക്റ്റ് ആയിട്ട് സംഭവം പിക്ക് ചെയ്തിട്ട് വരും. ഓക്കെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.